എൽനിനോ എന്ന് പറയുന്ന പസഫിക് സമുദ്രത്തിലെ അസ്വാഭാവികമായിട്ടുള്ള ഈ കടൽ വെള്ളത്തിൻ്റെ ചൂട് വർധനവുമായി ബന്ധപ്പെട്ട് ആഗോളാടിസ്ഥാനത്തിൽ താപം വർദ്ധിക്കുന്നുണ്ട്. ഈ വർഷവും എൽനിനോയുടെ ഒരു സാധ്യത പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വർഷവും അതിൻ്റെ പിന്നിലുള്ള വർഷത്തെ അപേക്ഷിച്ച് റെക്കോർഡ് ചൂടിലേക്ക് പോകുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് നമ്മൾ ആഗോള താപനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് യുദ്ധം, മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഭൗമദിനം ഇപ്പോൾ ആചരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പ്രകൃതി സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് രണ്ടും ചെയ്യുന്നത് മനുഷ്യരാണ് എന്നുള്ളതാണ് വിരോധാഭാസം. 38 ഡിഗ്രി ഒരു 50% ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എങ്കിൽ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്നത് ഏതാണ്ട് 45 ഡിഗ്രി സെൽഷ്യസിനും അധികമാണ് താപം. വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് ഇവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ഉണ്ടാകും. അത് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു കാര്യകാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. ഒരേ വഴിക്കാണ്. അറിയുന്നവരാണെങ്കിൽ എല്ലാവരും വാഹനം എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാറിൽ 4-5 പേർക്കൊക്കെ സുഖമായിട്ട് പോകാം. ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റും. ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാനും പറ്റും. പുറത്തേക്ക് ഒരു മിഠായി തിന്നിട്ട് അതിൻ്റെ കടലാസ് അല്ലെങ്കിൽ അതിൻ്റെ കവറ് പുറത്തേക്ക് കളയാതെ അത് സൂക്ഷിച്ച് വെച്ച് വീട്ടിലെത്തുമ്പോൾ പ്രോപ്പറായി വേസ്റ്റ് ബിന്നിൽ ഇടണമെന്ന് ശീലിപ്പിച്ചാൽ ശരിയാവും. അത് സ്കൂൾ മുതലേ ഒരു ശീലമായിട്ട് തുടർന്ന് വരേണ്ട കാര്യം. പ്രകൃതി സംരക്ഷണം എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ കേവലം പഠിക്കാനുള്ളതല്ല, അത് പ്രയോഗത്തിൽ വരുത്താനുള്ളതാണ്. കേരളത്തിലെ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. പ്രതിരോധിക്കാനാവാത്ത വിധം അത് നമുക്ക് തലവേദനയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ തൃശ്ശൂർ നടന്നിട്ടുള്ള വെടിക്കെട്ട് അപകടം പോലെ, സൂര്യാഘാതമേറ്റുള്ള മരണങ്ങൾ പോലെ, പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ ചൂടിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് കുസാറ്റിലെ റഡാർ ഗവേഷണ കേന്ദ്രം സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള MG മനോജ് സാറാണ്. സ്വാഗതം സർ. അപ്പോൾ ഈ ഒരു ദുരന്തം, കേരളത്തിൽ നടക്കുന്ന ദുരന്തങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ചൂടിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ചൂട് ഇങ്ങനെ ക്രമാതീതമായി കൂടുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? തീർച്ചയായും ദുരന്തങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് പ്രകൃതി ദുരന്തമാണ്, മറ്റൊന്ന് മനുഷ്യ ദുരന്തമാണ്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വെടിക്കെട്ട് അപകടം എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യ ദുരന്തമാണ്, മനുഷ്യൻ വരുത്തി വയ്ക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ പിന്നിലും കാലാവസ്ഥയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥ പൊതുവിൽ പ്രകൃതിജന്യ ദുരന്തങ്ങളെയും പരോക്ഷമായി മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെയും അവയുടെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും ഒക്കെ കൂട്ടുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അസാധാരണമായിട്ടുള്ള ചൂടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചൂട് നമ്മളെ ബാധിക്കുന്നത് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആരോഗ്യത്തിൽ തന്നെ നേരിട്ടുള്ള ഒരു പൊള്ളലായിരിക്കില്ല ചിലപ്പം, അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം നേരിട്ടല്ലാതെ ഒരു ഹാർട്ട് അറ്റാക്ക്, തലകറക്കം പോലെ പ്രത്യക്ഷത്തിൽ ഇത് കാലാവസ്ഥയുമായിട്ട് അല്ലെങ്കിൽ ചൂടുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് തോന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാരണം ചൂടായിരിക്കും. അപ്പോൾ ചൂട് കാരണമാണ് ഇതെന്ന് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കില്ല. വീണ്ടും ആളുകൾ, അത്ര അവബോധമില്ലാത്ത ആൾക്കാർ ഇതിന് ഇരയായി മാറിക്കൊണ്ടിരിക്കും. അതുകൂടി സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടി ഹൃദയം വലിയ രീതിയിൽ പണിയെടുക്കണം. അപ്പോൾ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓവർ എക്സ്കർഷനാണ്. ആ ഓവർ എക്സ്കർഷൻ്റെ ഭാഗമായി തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നല്ല വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് KSEB ജീവനക്കാർ പോസ്റ്റിൻ്റെ മേലെ കയറി പണിയെടുക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുകയാണ്. അവർക്കൊരു ഷെയ്ഡില്ല, തണലില്ല. കേബിൾ പണിക്കാർ പോസ്റ്റിൻ്റെ മേലെ കയറിയാണ് പണിയെടുക്കുക. അതുപോലെ മരം മുറിക്കുന്നവർ, ഇതുപോലെ ഉയരങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് അറ്റാക്ക് ആവാം, അല്ലെങ്കിൽ ഈ ചൂട് മൂലമുള്ള ഒരു തലകറക്കമാവാം. ആ തലകറക്കത്തിൻ്റെ ഭാഗമായി അവർ താഴെ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചിലപ്പോൾ മാരകമായിട്ടുള്ള അപകടത്തിലേക്കോ ചിലപ്പോൾ മരണത്തിനോ കാരണമാകും. അവിടെയും ഈ ചൂടാണ് വില്ലൻ എന്നുള്ളത് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ചോദിച്ച ചോദ്യം, ചൂട് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ മറ്റ് വിഷജന്തുക്കൾ, പാമ്പ് പോലെയുള്ള, അല്ലെങ്കിൽ കാട്ടിൽ വെള്ളം കുറഞ്ഞിട്ടുള്ള വന്യമൃഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരാം, കാട്ടിന് പുറത്തേക്ക് ഇറങ്ങി വരാം. അപ്പോൾ മനുഷ്യനെ ആക്രമിക്കാം. അപ്പോൾ പ്രത്യക്ഷത്തിൽ അതും കാലാവസ്ഥയായിട്ട് നമുക്ക് ബന്ധം തോന്നില്ല. പക്ഷേ അതിൻ്റെ എല്ലാം കാരണം ഇത് തന്നെയാണ്. ഈ ഇഴജന്തുക്കൾ നല്ല തണുപ്പും അതുപോലെ നനവുമുള്ള, ഷെയ്ഡുള്ള, തണലുമുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു വരും. ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തും ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും വർദ്ധിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ
താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിരോധിക്കാനാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ചൂട് നമ്മുടെ ജീവൻ അപഹരിക്കാൻ കാരണമാവാമെന്നുള്ളതാണ് ഇപ്പോഴുള്ള സവിശേഷമായ സാഹചര്യം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ചൂട് ഇങ്ങനെ കൂടുന്നത്? അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒന്ന് വളരെ പ്രാദേശികമായിട്ടുള്ള കാരണങ്ങളുണ്ട്, മറ്റൊന്ന് കുറച്ച് ലാർജ് സ്കെയിലാണ്, അല്ലെങ്കിൽ ആഗോളാടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമയമാണ്, ഏപ്രിൽ മാസമാണ്. പൊതുവിൽ സൂര്യൻ തലയ്ക്ക് മേലെയായിരിക്കുമ്പോൾ ചൂട് കൂടുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്, സംസ്ഥാനത്ത് വേനൽ മഴ വളരെ കുറവാണ്, 40% കുറവാണ് ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം. മാർച്ച് 1 മുതലാണ് നമ്മൾ വേനൽ മഴയായിട്ട് കണക്ക് കൂട്ടുക. മാർച്ച് 1 മുതൽ ഇന്നിപ്പോൾ ഏപ്രിൽ 23 വരെയുള്ള ദിവസത്തിൽ 40% കേരളത്തിലെ ശരാശരിയാണ്. പക്ഷേ പല ജില്ലകളിലും ഇപ്പോൾ പാലക്കാടൊക്കെ 70%-ലധികം കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലും 50% കുറവ് സംഭവിച്ചിട്ടുണ്ട്. കൊല്ലത്തുമൊക്കെയാണ് സംഭവം. കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ഈ ഭാഗങ്ങളിൽ നല്ല ചൂട്. ഇപ്പം ഇന്ന് ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് പല ജില്ലകളും. വേനൽ മഴയിലുണ്ടായിട്ടുള്ള അസ്വാഭാവികമായ കുറവ്, അതോടൊപ്പം അന്തരീക്ഷത്തിലെ ക്ലൗഡ് കവർ കുറഞ്ഞു. ക്ലൗഡ് കവർ കുറയുമ്പം തെളിഞ്ഞ അന്തരീക്ഷമാണ്, സൂര്യപ്രകാശം ഒട്ടും തീവ്രത കുറയാതെ തന്നെ ഭൂമിയുടെ മേലെ എത്തും. ഇതിനേക്കാൾ എല്ലാം ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്തരീക്ഷത്തിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു എതിർ ചുഴലി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതിചക്രവാതം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ആൻറ്റി സൈക്ലോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇപ്പം ആദ്യ സൈക്ലോൺ എന്താണെന്ന് പറഞ്ഞാൽ ആൻറ്റി സൈക്ലോൺ എളുപ്പമാവും. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ വായു ക്ലോക്ക് തിരിയുന്ന, അല്ലെങ്കിൽ ഘടികാര ദിശയുടെ ഓപ്പോസിറ്റ് തിരിയുന്നതാണ് സൈക്ലോൺ. അതേ ഘടികാര ദിശയിൽ തന്നെ തിരിയുന്നതാണ് ആൻറ്റി സൈക്ലോൺ ഉണ്ടാവുക നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിലല്ല, ഭൂമിയിൽ നിന്ന് ഒരു ചിലപ്പോൾ 3 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ ഉയരത്തിലായിരിക്കും ഉണ്ടാവുക. ഇപ്പം നിലവിൽ ഒരു 3 കിലോമീറ്റർ ഉയരത്തിൽ, ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് ഒരു 3 കിലോമീറ്റർ ഉയരത്തിൽ ആൻറ്റി സൈക്ലോൺ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റി സൈക്ലോൺ ഇങ്ങനെ മേലെ തിരിയുമ്പോൾ അതിൻ്റെ ഭാഗമായി വെറുതെ വട്ടം കറങ്ങുക മാത്രമല്ല, അവിടെ നിന്നുള്ള വായു താഴേക്ക് വരികയും കൂടി ചെയ്യും. ഒരു ഡൗൺവേർഡ് വെർട്ടിക്കൽ മോഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മേലെ നിന്ന് താഴേക്ക് വരുന്ന വായു, നമുക്കറിയാം താഴെ മർദ്ദം കൂടുതലാണ്, അപ്പം മേലെ നിന്ന് ഇങ്ങോട്ടേക്ക് അതിനെ ഞെരിച്ചമർത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഞെരിഞ്ഞമരലിൻ്റെ ഭാഗമായി ഒരു കംപ്രഷണൽ വാമിങ് സംഭവിക്കും, സമ്മർദ്ദതാപനം. നമ്മളൊരു സൈക്കിൾ പിസ്റ്റണിൽ ഇങ്ങനെ കുറേ നേരം അടിച്ചു കഴിഞ്ഞാൽ പിസ്റ്റണിൽ തൊട്ട് നോക്കിയാൽ പമ്പിൽ ചൂടാവും. അതുപോലെ ആ വാമിങ് പ്ലസ് ഈ താഴെയുള്ള വായു ഓൾറെഡി ചൂടായിരിക്കുകയാണ്, സൂര്യപ്രകാശം വീണ്. ഈ ചൂട് പിടിച്ച വായു പെട്ടെന്ന് ഡെൻസിറ്റി കുറഞ്ഞ് മേലേക്ക് ഉയർന്നു പൊങ്ങാനാണ് അതിന് ഒരു പ്രവണതയുള്ളത്. അപ്പം ഇതിങ്ങനെ പൊന്താൻ നോക്കുമ്പോൾ മേലേന്ന് വായു ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഈ താഴെയുള്ള ചൂട് പിടിച്ച വായുവിന് മേലേക്ക് ഉയരാനും പറ്റില്ല. അപ്പോൾ 2 ഇഫക്റ്റാണ് സംഭവിക്കുക. ചൂട് പിടിച്ച വായു ഇവിടെ തന്നെ കെട്ടിക്കിടക്കും, അതോടൊപ്പം മേലേന്ന് വരുന്ന വായു എക്സ്ട്രാ ചൂടാവുകയും ചെയ്യും. ഇതാണ് ഒരു ആൻറ്റി സൈക്ലോൺ, അല്ലെങ്കിൽ എതിർ ചുഴലി, പ്രതിചക്രവാതം, ഇതിലൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പം ചൂട് പിടിച്ച വായു ഇങ്ങനെ ദിവസങ്ങളോളം അവിടെ കിടക്കും. ഈ ആൻറ്റി സൈക്ലോണിൻ്റെ ഒരു ഏരിയൽ എക്സ്റ്റെൻറ്റ്, അത് എത്രത്തോളം വലുതാണെന്ന് പറയുകയാണെങ്കിൽ തെക്കേ ഇന്ത്യ മുതൽ സെൻട്രൽ ഇന്ത്യ വരെ നീളുന്ന വലിയൊരു സർക്കുലേഷൻ പാറ്റേണാണ്. ആ സർക്കുലേഷൻ പാറ്റേൺ അങ്ങനെയുണ്ട് എങ്കിൽ മഴ വളരെ കുറവായിരിക്കും. കേരളത്തിലെ ഏതാനും ജില്ലകളിലൊക്കെ കിട്ടും, പക്ഷേ പൊതുവിൽ തെക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും മഴക്കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തെക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ 42 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ടെമ്പറേച്ചർ പോകുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ എതിർചുഴലി ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലേക്ക് കടന്നു വരുന്ന കാറ്റ് തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള വരണ്ട വായുവിന് ഇങ്ങോട്ടേക്ക് വരാനും കൂടിയുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. അത് പാലക്കാട് ചുരം വഴിയും പുനലൂർ ഗ്യാപ്പ് വഴിയും കൊല്ലം ജില്ലയിലേക്കുമൊക്കെ എത്തും. അതുകൊണ്ടാണ് ഈ 2 ജില്ലകളിൽ പ്രധാനമായിട്ടും ചൂട് കൂടുന്നതിൻ്റെ ഒരു പ്രശ്നം. അതോടൊപ്പം ഞാൻ പറഞ്ഞു, വളരെ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിനെയാണ് നമ്മളുടെ ലാൻഡ് യൂസ് പാറ്റേൺ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള വനങ്ങളൊക്കെ അല്ലെങ്കിൽ പച്ചപ്പ് നഷ്ടപ്പെട്ട് അവിടെ നമ്മൾ ടാർ റോഡുകളും കോൺക്രീറ്റുകളും വരുമ്പോൾ ഈ വസ്തുക്കൾ ചൂടിനെ കാര്യമായിട്ട് ആഗിരണം ചെയ്ത് ഇവിടെ തന്നെ നിലനിർത്തും. അത് എക്സ്ട്രാ ചൂടുണ്ടാവും. അത് നഗരങ്ങളിലാണ് ഈ കൂടുതൽ സംഭവിക്കുക. എന്നാൽ നഗരത്തിൻ്റെ ചുറ്റിനുമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ അത്രയധികം ഉണ്ടാവില്ല. അപ്പോൾ നഗരവും ഗ്രാമവും തമ്മിൽ ചൂടിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. അല്ലെങ്കിൽ നഗരങ്ങൾ ചൂടിൻ്റെ ഒരു തുരുത്തായി മാറും. അതിനെയാണ് നഗര താപത്തുരുത്തുകൾ, അല്ലെങ്കിൽ അർബൻ ഹീറ്റ് അയലൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അർബൻ ഹീറ്റ് അയലൻഡ് അനിയന്ത്രിതമായിട്ടുള്ള നഗരവൽക്കരണം, അതോടൊപ്പം അന്തരീക്ഷത്തിലെ ചില ആൻറ്റി സൈക്ലോൺ പോലെയുള്ള സർക്കുലേഷൻ പാറ്റേൺ, മഴക്കുറവ്, എൽനിനോ പോലെയുള്ള വലിയ ആഗോള പ്രശ്നങ്ങൾ, ഇതിൻ്റെ എല്ലാം സമ്മിശ്ര ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്.
എക്സ്ട്രാ ചൂട്. നമ്മൾ മുൻപ് ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ മഴ രേഖപ്പെടുത്തിയത് എന്നൊക്കെ പറയാറുണ്ട്. ഓരോ വർഷത്തിന് നമ്മൾ ഓരോ റെക്കോർഡുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ പിന്നീട് അത് അടുത്ത വർഷം പുതിയൊരു വർഷം വരുമ്പോൾ അത് തിരുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒരു റെക്കോർഡ് വരുന്ന വർഷങ്ങളിലൊക്കെ കൂടാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? താങ്കൾ പറഞ്ഞു വളരെ കറക്റ്റാണ്. ഓരോ വർഷവും അതിൻ്റെ പിന്നിലുള്ള വർഷവുമായിട്ട് മത്സരിച്ചുകൊണ്ട് ഇപ്പം ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വേൾഡ് മീറ്റിയറോളജിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക കാലാവസ്ഥ സംഘടന, അതാണ് ഈ കാലാവസ്ഥയെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പറയുന്ന സംഘടന. അവരുടെ കണക്ക് പ്രകാരം 2024 ഇതുവരെ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ ഒരു 1.5 നൂറ്റാണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ചൂട് കൂടിയ റെക്കോർഡ് ചൂടുള്ള വർഷം. അത് അടുത്ത വർഷമാകുമ്പം 2025 26 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. പൊതുവിൽ എൽനിനോ എന്ന് പറയുന്ന പസഫിക് സമുദ്രത്തിലെ അസ്വാഭാവികമായിട്ടുള്ള ഈ കടൽ വെള്ളത്തിൻ്റെ ചൂട് വർധനവുമായി ബന്ധപ്പെട്ട് ആഗോളാടിസ്ഥാനത്തിൽ താപം വർദ്ധിക്കുന്നുണ്ട്. ഈ വർഷവും എൽനിനോയുടെ ഒരു സാധ്യത പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ കാലവർഷത്തിൻ്റെ ഒരു സെക്കൻഡ് പാതി എന്ന് പറഞ്ഞ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ അത് വലിയ രീതിയിലുള്ള മഴക്കുറവിലേക്ക് നയിച്ചേക്കാം. അങ്ങനെ വന്നാൽ നല്ല ചൂട് അനുഭവപ്പെടും പിന്നീട് തുടർന്ന് വരുന്ന വർഷങ്ങളിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വർഷവും അതിൻ്റെ പിന്നിലുള്ള വർഷത്തെ അപേക്ഷിച്ച് റെക്കോർഡ് ചൂടിലേക്ക് പോകുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് നമ്മൾ ആഗോളതാപനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് ആണ് അതിൻ്റെ കാരണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഈ കാർബൺ അന്തരീക്ഷത്തിലെത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡായിട്ട് മാറുകയാണ്. കാർബൺ ഡയോക്സൈഡിന് സൂര്യപ്രകാശത്തെ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മളൊരു പുതപ്പ് പുതയ്ക്കുന്നത് പോലെയാണ്. പുതപ്പ് പുതയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന താപത്തെ ആ താപനഷ്ടം ഒഴിവാക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ചൂട് തോന്നുന്നത്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രജൻ്റെ ഓക്സൈഡുകൾ, അതുപോലെ സൾഫറിൻ്റെത്, പിന്നെ ഓസോൺ, അതുപോലെ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ മുതലായിട്ടുള്ള വാതകങ്ങളെ പൊതുവിൽ പറയുന്ന പേരാണ് ഹരിതഗൃഹവാതകങ്ങൾ. ഇവയുടെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വർദ്ധിച്ചാൽ ഇത് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ആ തരംഗങ്ങളെ ഇവിടെ തന്നെ തടഞ്ഞു നിർത്തുകയും ചൂട് കൂട്ടുകയും ചെയ്യും. അത് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും റെക്കോർഡുകൾ ഭേദിക്കാനുള്ള അവസരമാണ് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കിതൊരിക്കലും റിവേഴ്സിബിൾ അല്ലേ? ഇത് ഇറിവേഴ്സിബിൾ ആണോ? ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കും? ഒരു വലിയ ചോദ്യമാണ്. യെസ് നോ പറയാൻ പറ്റില്ല. കാരണം തിയററ്റിക്കലി പോസിബിളാണ്, പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം പ്രാക്ടിക്കലി നമ്മൾ എല്ലാ കാർബണും എല്ലാ ഹരിതഗൃഹവാതകങ്ങളുടെയും ഉത്സർജനം ഇപ്പം കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. എങ്കിൽ കൂടിയും അടുത്ത ഒരു 5-6 പതിറ്റാണ്ട് വർഷം ചൂട് കൂടാനോ ആവശ്യമായിട്ടുള്ള അത്രയ്ക്ക് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഇതിനകം നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കംപ്ലീറ്റ് നിർത്തിയെന്ന് വിചാരിക്കുക. മനുഷ്യൻ ശ്വസിക്കുന്നത് ഒഴികെ ബാക്കി ഒരു കാർബൺ ഡൈ ഓക്സൈഡും അന്തരീക്ഷത്തിലേക്ക് വിടുന്നില്ല എന്ന് വിചാരിച്ചാൽ പോലും അടുത്ത ശാബ്ദങ്ങളോളം ഈ ചൂട് ഇങ്ങനെ തന്നെ തുടരാനുള്ള അത്രയ്ക്ക് നിക്ഷേപം നടത്തി കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും അത് നിർത്താൻ പോകുന്നില്ല. ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ ലോകവ്യാപകമായിട്ട് യുദ്ധങ്ങളുടെ ഒരു വലിയ ബഹളമാണുള്ളത്. ഈ യുദ്ധത്തിലും സംഭവിക്കുന്ന എന്താണ്? ഒരുപാട് ഇന്ധനങ്ങളും ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും ഇതെല്ലാം കത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്ര ശതകോടി ടൺ കാർബണുകളാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതിൻ്റെ ഭാഗമായി അത് ആഗോളാടിസ്ഥാനത്തിലുണ്ടാക്കുന്ന കാലാവസ്ഥ ഓരോ പ്രദേശത്തും വ്യത്യസ്ത രീതിയിലായിരിക്കും അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവുക. നമുക്ക് പറയാൻ പറ്റില്ല. അന്തരീക്ഷത്തിലെ സർക്കുലേഷൻ പാറ്റേണും അതുപോലെ മറ്റ് ഘടകങ്ങളുമായിട്ടുള്ള ഇവയുടെ പ്രവർത്തനം, അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോകം മൊത്തം എല്ലാവരും അനുഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിരുന്നത് ഇന്ധനക്ഷാമം, അതുപോലെ ഇത്തരത്തിലുള്ള ഗ്യാസ് കിട്ടാതിരിക്കുന്ന അവസ്ഥ, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇക്കോണമിക് ക്രാഷ് ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാരണം കൂടെ, എൻവയോൺമെൻ്റൽ ഇഷ്യൂ കൂടി ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ഈ ചൂട് കൂടുന്നത് മാത്രമല്ല, എയർ പൊല്യൂഷൻ, വായു മലിനീകരണം, ഏതെല്ലാം രീതിയിലാണ് വലിയ പുകച്ചുരുളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനകത്തുണ്ടാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, എന്തെല്ലാം മാരകമായിട്ടുള്ള ക്യാൻസർ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന കെമിക്കലുകളാണ് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഭാഗ്യത്തിന് ന്യൂക്ലിയർ മാത്രം വന്നിട്ടില്ല ഇതുവരെ, ബാക്കി എല്ലാം ഉണ്ട് അതിനുള്ളിൽ. അപ്പോൾ വായു മലിനീകരണം ഒരു സ്ഥലത്ത്, അന്തരീക്ഷ താപം വർദ്ധിപ്പിക്കുന്നത് മറ്റൊരു സ്ഥലത്ത്. ഈ അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഈ കണങ്ങൾ
മഴമേഘങ്ങൾക്കുള്ളിൽ കയറി അല്ലെങ്കിൽ മഴമേഘങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. ആ മേഘത്തിന് ഓരോ തുള്ളിക്കുള്ളിൽ ഒരു ക്ലൗഡ് കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടിക്കിളുണ്ട്. ആ പാർട്ടിക്കിളായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേഘങ്ങളുടെ സ്വഭാവത്തെ തന്നെ രാസസ്വഭാവത്തെ പാടെ മാറ്റും. രാസസ്വഭാവം മാത്രമല്ല, അവയുടെ ഫിസിക്കലായിട്ടുള്ള റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടീസിനെ മൊത്തം മാറ്റും. അങ്ങനെ ആഗോളാടിസ്ഥാനത്തിൽ കാലാവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് യുദ്ധങ്ങൾ. അപ്പോൾ ഒരു വശത്ത് യുദ്ധം, മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഭൗമദിനം ഇപ്പോൾ ആചരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പ്രകൃതി സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള. ഇത് രണ്ടും ചെയ്യുന്നത് മനുഷ്യരാണ് എന്നുള്ളതാണ് വിരോധാഭാസം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ പറ്റി മാത്രം സംസാരിക്കുമ്പോൾ ഈ ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ പൊതുസമൂഹത്തിന് അതിനെപ്പറ്റി കൂടുതൽ ധാരണ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ എന്താണ് ഹീറ്റ് ഇൻഡെക്സ്? അതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു ഉഷ്ണസൂചിക എന്ന് പറയാം. ഉഷ്ണം എന്ന് പറയുന്ന വാക്ക് വെറും താപം മാത്രമല്ല, അതിനകത്ത് നീരാവിയുടെ ഒരു അംശം കൂടി, ആവിയുടെ അംശം കൂടിയുണ്ട്. നമുക്കറിയാം, ആവി കൊണ്ട് പൊള്ളുന്നത് സാധാരണ തീ കൊണ്ട് പൊള്ളുന്നതിനേക്കാൾ അതിൻ്റെ തീവ്രത കൂടുതലാണ്. കാരണം ഈ നീരാവി ആകണമെങ്കിൽ വെള്ളം ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കണം. ലിക്വിഡിൽ നിന്നും ഗ്യാസിലേക്കുള്ള ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കണം. ആ ഫേസ് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ എക്സ്ട്രാ താപം ആഗിരണം ചെയ്ത് മാത്രമേ ഈ ഫേസ് ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. അതിനാണ് നമ്മൾ ലീനതാപം അല്ലെങ്കിൽ ലേറ്റൻ ഹീറ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈ അന്തരീക്ഷത്തിലുള്ള നീരാവി പിന്നെ തണുത്ത് വീണ്ടും വെള്ളമാകുമ്പോൾ എത്രത്തോളം അളവ് താപമാണോ ആവിയാകാൻ വലിച്ചെടുത്തത്, അത്രയും അളവ് താപം റിലീസ് ചെയ്യും, പുറത്തേക്ക് വിടും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവി വന്ന് തട്ടി അത് വെള്ളത്തുള്ളിയായി മാറുമ്പോൾ ഈ ലീനതാപം നമ്മുടെ ശരീരത്തിലേക്കാണ് നേരിട്ട് പൊള്ളലാണ്, എക്സ്ട്രാ ചൂടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പുഴുങ്ങുന്ന ഫീലിംഗ് തോന്നുക. അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് വല്ലാത്തൊരു പുഴുക്ക് അല്ലെങ്കിൽ പുഴുങ്ങൽ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ആ ഒരു ഫീൽ വരിക. അവിടെ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കൊണ്ട് അതോടൊപ്പം നീരാവിയിൽ അടങ്ങിയിട്ടുള്ള ലീനതാപ എക്സ്ട്രാ താപത്തിൻ്റെ പ്രശ്നം കൊണ്ട്, അപ്പോൾ ഡബിൾ ഡാമേജാണ് നമുക്ക് സംഭവിക്കുന്നത്. മറ്റൊന്ന്, എയറിൻ്റെ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കും തോറും അതിന് കൂടുതൽ നീരാവിയെ ഉൾക്കൊള്ളാനുള്ള കഴിവും കൂടിയുണ്ട്. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചാൽ ഏകദേശം 7% അധികം താപത്തെ ഉൾക്കൊള്ളും. ആ എക്സ്ട്രാ ആവി കൊണ്ടുള്ള പൊള്ളൽ വീണ്ടും കൂടും. അപ്പോൾ ഓരോ ഡിഗ്രി കൂടുന്തോറും ഈ വായുവിൽ കൂടുതൽ താപം ഉണ്ടാവുകയും അല്ലെങ്കിൽ നീരാവി ഉണ്ടാവുകയും ആ നീരാവി കൊണ്ടുള്ള പൊള്ളൽ കൂടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മളൊരു കോസ്റ്റൽ ഏരിയയാണ്, തീരപ്രദേശമാണ്. ഒരു ഉച്ച സമയം ആകാറാകുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കടൽക്കാറ്റ് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. ഈ കടൽ ഓൾറെഡി ചൂട് പിടിച്ചിരിക്കുകയാണ്. കടലിൻ്റെ താപനില ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിന് മേലെ എത്തി അറബിക്കടലിൽ, കേരള തീരത്ത്. അപ്പം കേരളത്തിന് ചുറ്റും ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു കടൽ അവിടെയുണ്ട്. ആ കടലിൽ നിന്നുള്ള നീരാവി കരയിലേക്ക് കയറി വരുന്നു. കര ഓൾറെഡി ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം ഏതെല്ലാം രീതിയിലാണ് ഇതിൻ്റെ എഫക്റ്റ്. ഇതെല്ലാം കൂടെ ക്യുമുലേറ്റീവ് എഫക്റ്റാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹീറ്റ് ഇൻഡെക്സ് എന്താണെന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എയർ ടെമ്പറേച്ചർ ഒരു 38 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് നമ്മൾ ശതമാനത്തിലാണ് പറയുക, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് പറയും. 38 ഡിഗ്രി ഒരു 50%-വുമാണ് ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എങ്കിൽ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്നത് ഏതാണ്ട് 45 ഡിഗ്രി സെൽഷ്യസിലും അധികമാണ് താപം. അപ്പോഴും എയർ ടെമ്പറേച്ചർ നമ്മൾ 38 പറയുന്നുള്ളൂ, നമ്മുടെ ശരീരം അനുഭവിക്കുന്നത് 45 അടുത്ത് വരുന്നുണ്ട്. ഇനി എയർ ടെമ്പറേച്ചർ 38 തന്നെ, പക്ഷേ ഹ്യൂമിഡിറ്റി ഒരു 10% കൂടി ഒരു 60 അല്ലെങ്കിൽ 70 ഒക്കെ ആയാൽ 48 ഡിഗ്രി, 49, 50 ഡിഗ്രിക്ക് അടുത്താണ് നമ്മുടെ ശരീരം അനുഭവിക്കുക. അപ്പോൾ ഇത് ആരും കാണുന്നില്ല. അപ്പോഴും കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പ്രകാരം 38 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ, ഓക്കെ. പക്ഷേ ഈ ലീനതാപം കൊണ്ടുള്ള അസ്ഥിതകൾ അല്ലെങ്കിൽ നമ്മുടെ റിസ്കുകൾ കൂടും. ഇത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കുമെല്ലാം ഉള്ള ഒരു പ്രശ്നമാണ്. ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആൾക്കാർ, പ്രായമായവർ, ചെറിയ കുട്ടികൾ, അതുപോലെ ഗർഭിണികൾ, ഇങ്ങനെ വൾണറബിളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് ഇവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ഉണ്ടാകും. അത് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. മനുഷ്യന് മാത്രമല്ല ഈ പ്രശ്നം, മൃഗങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പശു, അതുപോലെ ആട്, ഇവയൊക്കെ കെട്ടിയിട്ട് വളർത്തുകയും ചിലപ്പോൾ നമ്മൾ വയലിലൊക്കെ ഓപ്പൺ ഏരിയയിലായിരിക്കും നിർത്തുക. അവയ്ക്കും ഇതേ പ്രശ്നമുണ്ട്. വയലിലൂടെ നുരയും പതയൊക്കെ വന്ന് പെട്ടെന്ന് ഒരു നിമിഷം ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് ഈ ഇപ്പം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയോട് ചേർന്ന് കഴിയുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അറിയാം, സൂര്യൻ എപ്പോഴും ഈ ഒരു 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി സൗത്തിനും ഉള്ളിലായിരിക്കും. അതായത് ഭൂമധ്യരേഖയുടെ അപ്പുറം ഇപ്പുറമായിട്ടായിരിക്കും സൂര്യൻ്റെ പൊസിഷൻ എപ്പോഴും ഉണ്ടാകും.
ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിഷു ആഘോഷിച്ചതേ ഉള്ളൂ, കേരളത്തിൻ്റെ തലയ്ക്ക് മേലെയാണ്. അപ്പോൾ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന കിരണങ്ങളിൽ അൾട്രാവയലറ്റ് രശ്മികൾ കൂടിയുണ്ട്. അതിൻ്റെ തോത് വളരെ കൂടുതലാണ്. സൂര്യപ്രകാശം നേരെ തലയ്ക്ക് ലംബമായിട്ടെത്തുമ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത ഒട്ടും ചോരാതെ നേരെ നമ്മുടെ തലയിലെത്തും. പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലിയർ സ്കൈ കണ്ടീഷനാണ് പൊതുവിൽ. അപ്പം അന്തരീക്ഷത്തിൽ മേഘങ്ങളുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതൊക്കെ അബ്സോർബ് ചെയ്തും അതുപോലെ റിഫ്ലക്റ്റ് ചെയ്തും പോകും. പക്ഷേ ഒന്നുമില്ലാതെ തെളിഞ്ഞ ആകാശത്തിൽ ഇത് നേരെ ഒട്ടും ഇൻറ്റൻസിറ്റി ചോരാതെ നമ്മുടെ തലയിൽ മണ്ടെത്തും. ആ അൾട്രാവയലറ്റ് രശ്മികൾ നേരെ നമ്മുടെ ശരീരത്തിൽ തൊള്ളുന്നത് കുറേ നേരമായാൽ 2-3 മണിക്കൂറൊക്കെ നേരിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഗുരുതരമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഒരു പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് നമ്മൾ സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കരുത്. അതുപോലെ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥ വകുപ്പുമൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഹീറ്റ് ഇൻഡെക്സും UV ഇൻഡെക്സും രണ്ടും കൂടി പ്രശ്നമാണ്. ഇത് രണ്ടും പ്രശ്നമാണ്. അത് തന്നെ കേരളത്തിൽ ഈ മലയോര മേഖലകളിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഉയർന്ന പ്രദേശങ്ങളാണ്. അവിടെയും അതുപോലെ കോസ്റ്റൽ ഏരിയയിലുമൊക്കെ UV ഇൻഡെക്സ് വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ നമ്മൾ നേരിടേണ്ടത് ഒരേ സമയം പല പ്രതിസന്ധികളെയാണ്. വെയിലെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാലായില്ല. വെയിലിൽ ഈ അൾട്രാവയലറ്റ് ഉണ്ട്, ചൂടിൻ്റെ കാഠിന്യമുണ്ട്, അതോടൊപ്പം ഹ്യൂമിഡിറ്റി എക്സ്ട്രാ കയറി വരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോഴാണ്, അതുകൂടാതെ മറ്റ് പരോക്ഷമായിട്ടുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പം വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് ശരിയായ അർത്ഥത്തിൽ നമ്മൾ നേരിടുന്നത്. പലപ്പോഴും പറയാറുള്ള, ഉയർന്നു കേൾക്കാറുള്ള ഒരു വിമർശനമാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് ഉണ്ടാക്കിയ മരുന്നുകളാണ് നമ്മളിപ്പോഴും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഈ ഹീറ്റ് ഇൻഡെക്സ് ഉള്ള മെഷേഴ്സ് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ആപ്റ്റാണ്, അല്ലെങ്കിൽ അത് മതിയോ, അത് ഈ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ചൂട് കൂടുന്നതിനെയൊക്കെ അളക്കാൻ ഇത് മതിയോ? തീർച്ചയായും ഇത് പോരാ. കാരണം ഈ ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ 38 ഡിഗ്രിയും ഹ്യൂമിഡിറ്റി ഇത്രയാണെങ്കിൽ 45 അല്ലെങ്കിൽ 48 എന്നൊക്കെ പറയുന്നത്, അത് പൊതുവിൽ മിഡിൽ ആറ്റിറ്റ്യൂഡ് യൂറോപ്പിലും ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ജനിതകമായിട്ടുള്ള ഫിസിയോളജിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഉപയോഗിക്കുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. പ്രത്യേകിച്ച് വൈറ്റ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുടെ സെൻസിറ്റിവിറ്റി ആയിരിക്കില്ല നമ്മുടെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള കോംപ്ലക്ഷനുള്ള ആൾക്കാർക്ക് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫിസിയോളജിക്കൽ ഫാക്ടർ മാറേണ്ട സമയമായി. അത് റിസർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും കളർ ഒരുപോലെയല്ല, പല രീതിയിലുള്ള മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ജനിതകപരമായിട്ടുള്ള ഘടന കൂടി ഫിസിയോളജിക്കൽ ഇഫക്റ്റ് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള മോഡിഫൈഡ് ഹീറ്റ് ഇൻഡെക്സ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട സമയം കഴിയും. എന്തായാലും അത് റിസർച്ച് ഒരു നല്ല റിസർച്ച് ചെയ്യേണ്ടതാണ്. ഒരു അറ്റ്മോസ്ഫിയറിക് സയൻറ്റിസ്റ്റ് മാത്രം പോരാ, അതിനകത്ത് നല്ല ഡോക്ടർമാർ വേണം. ഇതിനെക്കുറിച്ച് അറിവുള്ള ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട്, കാരണം നമ്മുടെ എല്ലാം മെലാനിൻ്റെ അളവ് വ്യത്യസ്തമാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ റെസ്പോൺസ് വരുന്നത്, ശരീരത്തിൻ്റെ റെസ്പോൺസ്. അപ്പം നല്ല ഡോക്ടർമാരും ഇവരുടെ എല്ലാം കൂടി ഒരു പ്യുവർലി ഒരു ഹൈലി ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് നടത്തേണ്ടതുണ്ട്. തീർച്ചയായും അത് വരാതിരിക്കില്ല. പക്ഷേ നമ്മളിപ്പോഴാണ് അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. 2016 മുതലാണ് നമ്മളൊരു ചൂടിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങൾ പറയുന്നത്. എന്തായാലും ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഓൾറെഡി എല്ലാവരും പാനിക്കായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ചൂടുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചില ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളോട് വരുന്നുണ്ട്. ഒരു തവണ 55 ഡിഗ്രി സെൽഷ്യസ് ആവുകയാണ് ടെമ്പറേച്ചർ, അതുകൊണ്ട് അങ്ങനെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് പോകുന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ അത് ഫേക്കാണ്, അതിൽ വിശ്വസിക്കരുതെന്നൊക്കെ. അപ്പോൾ എന്താണ് ഇതിലേക്ക് യാഥാർത്ഥ്യം? ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ആളുകൾ ഇങ്ങനെ പാനിക്കാക്കുന്നത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഒന്ന് അറിവില്ലായ്മയുടെ പ്രശ്നമാവാം, മറ്റൊന്ന് പാതി അറിവുള്ള, നമ്മൾ പറയാറുണ്ട് പാതി അറിവുള്ള ആളെ കൊല്ലുമെന്ന് പറയാറുണ്ട്. ഇതിലൊന്നും പെടാത്ത വേറൊരു വിഭാഗമുണ്ട്. അവർക്ക് ഏതെങ്കിലും നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ടാവാം. കൂടുതൽ ചൂട് കൂടും, അതുകൊണ്ട് എല്ലാവരും AC വാങ്ങി ചോളാൻ പറഞ്ഞാൽ AC വിൽക്കുന്ന ആൾക്കും അതിൻ്റെ കമ്മീഷൻ അടിക്കുന്നത് കൊണ്ട് അങ്ങനെ നിക്ഷിപ്തമായ താല്പര്യക്കാർ ഒരു വഴിക്കുണ്ടാവാം. പിന്നെ നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു കാര്യകാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ 55 ഡിഗ്രി എന്ന് പറയുന്നത് ആക്ച്വൽ താപമായിരിക്കില്ല. എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ പറഞ്ഞ ഹീറ്റ് ഇൻഡെക്സ് 50 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള അതെന്താണ് ഹീറ്റ് ഇൻഡെക്സ് എന്ന് മനസ്സിലാവാതെ അത് ആക്ച്വൽ എയർ ടെമ്പറേച്ചർ ആണ് എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ഫോർവേഡ് ആവാം. അപ്പം നമ്മൾ ഫോർവേഡുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റി എന്നോ അല്ലെങ്കിൽ
കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതോ ചേർത്തുകൊണ്ട് മാത്രമേ അവരുടെ ഒഫീഷ്യൽ ലെറ്റർ ഹെഡിലുള്ളത് ആണ് എങ്കിൽ മാത്രമാണ് നമ്മൾ വിശ്വസിക്കാവുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുകയുന്ന വാനം, ഉരുകുന്ന ഭൂമി, ചുവന്ന മുന്നറിയിപ്പ് സാറിൻ്റെ ഒരു ലേഖനമായിരുന്നു കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പോൾ അതിനകത്ത് ഭൗമദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്, നമ്മൾ അധികാരികൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇത് വരുന്നതിന് മുൻപ് നമ്മൾ സിറ്റിസൺ എന്നുള്ള നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഏത് രീതിയിലാണ്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കൗണ്ടർ മെഷേഴ്സ് എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഓരോ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, നമുക്ക് കളക്റ്റീവായ ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, ഭരണാധികാരികളെ നമ്മൾ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നല്ല അറിവുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറുമ്പോൾ അതിൻ്റെ ഒരു അനുരണനം ഗവൺമെൻറ് തലത്തിലേക്ക് എത്തുകയും അവരെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണെന്ന് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഓരോ ആൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിത ശൈലി നിയന്ത്രിക്കുകയും ഏറ്റവും ആദ്യം അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സ്വയം അവബോധം ഉണ്ടാവുക, മറ്റുള്ളവർക്ക് നല്ല അറിവുകൾ മാത്രം പറഞ്ഞു കൊടുക്കുക, ഫേക്ക് അറിവല്ല, നല്ല അറിവുകൾ മാത്രം പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മലിനീകരണം കുറയ്ക്കുക, പച്ചപ്പ് കൂട്ടുക, പ്രകൃതിയുടെ ബാലൻസ് നിലനിർത്തുക, അതോടൊപ്പം വെള്ളം, സമുദ്രത്തിൻ്റെ അമ്ലീകരണം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതിനുവേണ്ടി നമ്മൾ അതിൽ പങ്കാളികളാവുക എന്ന് മാത്രമല്ല, നമ്മുടെ നേതൃത്വം കൂടി ഉണ്ടായി ആൾക്കാരെ നമ്മുടെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു വാഹനം, പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ AC, നമുക്ക് ചൂട് കൂടുതലാണ്, എല്ലാവരും ഒരാളെ ഉണ്ടാവുള്ളൂ ഒരു കാറിൽ, പക്ഷേ ഫുൾ AC ഇട്ടിട്ടുണ്ടാവും, എന്നിട്ട് ഓടിക്കുകയാണ്. അപ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് എത്തുന്നു. അത്രയും നേരം ഫോസിൽ ഇന്ധനം കത്തുകയാണ് ചെയ്യുക, അത്രയും നേരം AC പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുക, അത്രയും നേരം വാഹനത്തിൻ്റെ ഇൻറ്റേർണൽ എൻജിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയും ബ്രേക്ക് ഔട്ടുകയും ക്ലച്ച് ഔട്ടുകയും ചെയ്യുന്നത്, അതിനുണ്ടാകുന്ന തേയ്മാനം, ഇതെല്ലാം ഒരു വിഭവമാണ് നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നത്. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് പൊല്യൂഷൻ ഉണ്ടാക്കുകയും അതുപോലെ ആഗോളതാപനം, ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂട്ടുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണം, അതാണല്ലോ ഇപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്ത് വരുത്തുകയാണല്ലോ ചെയ്യുക, അല്ലേ? വീട്ടിലുണ്ടാക്കുന്ന ഒരു ഭക്ഷണവും നമ്മൾ ഓർഡർ ചെയ്ത് പാക്ക്ഡ് ഫുഡ് കൊണ്ടുവരുന്നു. പാക്കിങ് ചെയ്യുന്നത് ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലായിരിക്കും. അവിടെ പാക്ക് ചെയ്ത് അത് ശീതീകരിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വൈദ്യുതി, അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രക്കിൻ്റെ എത്ര കിലോമീറ്റർ, ചുരുങ്ങിയത് 1000-2000 കിലോമീറ്റർ ട്രക്ക് ഓടണം, എത്രമാത്രം ഇന്ധനം കത്തിക്കണം, അത് ഇവിടെ എത്തിയതിന് ശേഷം ഒരു വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുകയും പിന്നീട് അത് ചെറിയ ചെറിയ വാഹനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. എന്നിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു പ്രക്രിയയിൽ നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുള്ള കാർബണിൻ്റെ അളവ് എത്രയാണ്? അതാണ് കാർബൺ പാദമുദ്ര എന്ന് പറയുക, കാർബൺ ഫുട് പ്രിൻറ്റ്. ഓരോ വ്യക്തിയും ഓരോ ദിവസവും എത്രത്തോളം കാർബൺ പുറത്തേക്ക് വിടുന്നതിന് കാരണമാകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേന പോലും, അതുപോലും വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ, അപ്പോൾ ഈ കാർബൺ പാദമുദ്ര, ഓരോ വ്യക്തിയുടെയും കാർബൺ ഫുട് പ്രിൻറ്റ് അത് കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇങ്ങനെ നോക്കിയാൽ ഒരു വലിയ ലിസ്റ്റ് പറയാനുണ്ടാവും. കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ ടുഗദർ ദേ മേക്ക് എ ബിഗ് ഇമ്പാക്റ്റ്. അവിടെയാണ് ഞാൻ പറഞ്ഞ കളക്റ്റീവ് ആക്ഷൻ്റെ ഇതും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാകണമെന്നുള്ളത്. നമ്മുടെ ഭക്ഷണശീലങ്ങൾ, വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, ഓരോ ആളും ഇത് പോകുന്നതിന് പകരം നമുക്കിപ്പോൾ ഷെയർഡ് ടാക്സി, ഇപ്പോൾ സ്ഥിരമായി ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് ഒരേ വഴിക്കാണ്, അറിയുന്നവരാണെങ്കിൽ എല്ലാവരും വാഹനം എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാറിൽ 4-5 പേർക്കൊക്കെ സുഖമായിട്ട് പോകാം. ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റും, ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാനും പറ്റും. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തരും അവരവർക്ക് ഉചിതമെന്ന് തോന്നുന്ന നല്ല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. സാറിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കുട്ടികളെ ഇപ്പം നമ്മൾ പറയല്ലോ ക്യാച്ച് ദം യങ് എന്ന് പറയല്ലോ, അപ്പോൾ അവരിൽ അവബോധം ഉണ്ടാക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത്? അതാണ് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. കാരണം ഒരുപാട് പ്രായമായ ആൾക്കാർ അവരുടെ ശീലങ്ങൾ മാറ്റിയെടുക്കുക വളരെ ബുദ്ധിമുട്ടാവും. ഇനി അഥവാ അവർ മാറ്റിയെടുത്താലും കുറച്ച് നാളത്തേക്ക് അവർ ജീവിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട്, മാറ്റണ്ട എന്നല്ല പറയുന്നത്, അതിനേക്കാൾ ഇമ്പാക്റ്റാണ് കുട്ടിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകണം എന്നുള്ളത് ഒരു ശീലമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകാതെ ആരും ഭക്ഷണം കഴിക്കാറില്ല. എന്നാൽ അതേ ശീലം പുറത്തേക്ക് ഒരു മിഠായി തിന്നിട്ട് അതിൻ്റെ കടലാസ് അല്ലെങ്കിൽ അതിൻ്റെ കവറ് പുറത്തേക്ക് കളയാതെ അത് സൂക്ഷിച്ച് വെച്ച് വീട്ടിലെത്തുമ്പോൾ പ്രോപ്പറായി വേസ്റ്റ് ബിന്നിൽ ഇടണമെന്ന് ശീലിപ്പിച്ചാൽ ശരിയാവും.
അത് സ്കൂൾ മുതലേ ഒരു ശീലമായിട്ട് തുടർന്ന് വരേണ്ട കാര്യമാണ്. പ്രകൃതി സംരക്ഷണം എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ കേവലം പഠിക്കാനുള്ളതല്ല, അത് പ്രയോഗത്തിൽ വരുത്താനുള്ളതാണ്. അത് ഓരോ കുട്ടിയും. ഇപ്പം നമ്മൾ നോക്കിയാൽ നമ്മൾ പറയാറുണ്ട് പൊതുവിൽ കതിരുമ്മ വളം വെച്ചിട്ട് കാര്യമില്ല. കതിരാവുന്നതിന് മുമ്പേ അത് ഒരു ചെറിയ കുഞ്ഞ് തൈയായിരിക്കുമ്പോൾ തന്നെ അതിനെ പ്രോപ്പറായി അതിന് ഗൈഡൻസ് കൊടുത്ത് ശീലിപ്പിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മുതൽ അങ്ങോട്ടുള്ള തലമുറകളെല്ലാം പിന്നെ ഇത് ശീലിച്ചുകൊള്ളും, സ്വാഭാവികമാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ജപ്പാനാണ്. കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ അവിടെയുള്ള ഒരു അച്ചടക്കവും പാരിസ്ഥിതികമായിട്ടുള്ള അച്ചടക്കവും അവബോധവും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എങ്കിലും ഉദ്ദേശിച്ച അത്രയ്ക്ക് ഫലപ്രാപ്തി എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. സ്കൂളുകളിൽ പരിസ്ഥിതി അവബോധം അതൊരു കേവലം ഒരു പാഠ്യവിഷയം എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു ജീവിത മാർഗമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്.